അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഏവർക്കും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സൂറത്തുൽ ഫുസ്സിലത്ത് അതിൽ 19, 20, 21 ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഹ്ശറു അഅദാഉല്ലാഹി ഇലൻ നാരി ഫഹും യൂസഊൻ. വയൗമ യഹ്ശറു അഅദാഉല്ലാഹി ഇലൻ നാരി, നരകത്തിലേക്ക് അല്ലാഹുവിൻ്റെ ശത്രുക്കളെ വിളിച്ചുകൂട്ടുകയും ഫഹം യൂസഊൻ, എന്നിട്ടവരെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ദിവസം ശ്രദ്ധേയമാണ്. ആ ദിവസത്തിൽ അല്ലാഹു പറയുന്നു, ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സമ്മുഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ വഖാലൂ ജുലൂദുഹും ലിമ ഷഹിദതും അലൈനാ ഖാലൂ അൻതഖുനാ അല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ വഹുവ ഖലഖകും അവ്വല മർറത്തിൻ വഇലൈഹി തുർജഊൻ. ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം, അങ്ങനെ അവർ നരകത്തിൽ ചെന്നാൽ അവർക്ക് എതിരായി സാക്ഷ്യം വഹിക്കുന്നതാണ്. സമ്മുഹും, അവരുടെ കേൾവികളും, അബ്സാറുഹും, അവരുടെ കാഴ്ചകളും, വജുലൂദുഹും, അവരുടെ ചർമ്മങ്ങളും ഒക്കെ അവർക്ക് എതിരായി സാക്ഷ്യം വഹിക്കുന്നതാണെന്നും ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത കർമ്മത്തിൻ്റെ പേരിൽ, അവർ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ അവർക്ക് എതിരായി സാക്ഷ്യം വഹിക്കുന്നതാണ്. വഖാലൂ ജുലൂദഹും, മനുഷ്യൻ, ക്ഷുഭിതനായ മനുഷ്യൻ ആ അവയവങ്ങളോടൊക്കെ ചോദിക്കുന്നു, ലിമ ഷഹിദത്തും അലൈന, അവയവങ്ങളെ നിങ്ങൾ എന്തിനാണ് എനിക്കെതിരായി സാക്ഷ്യം നൽകുന്നത്, എനിക്കെതിരായി നിങ്ങൾ മൊഴി നൽകുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ വഖാലൂ, ചർമ്മങ്ങൾ പറയുന്നതാണ്, വഖാലൂ അൻതഖുനാ അല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു എന്നെ സംസാരിപ്പിക്കുന്നു, ഞങ്ങൾ എന്തു ചെയ്യാനാണ്. വഹുവ ഖലഖകും അവ്വല മർറത്തിൻ, അവൻ നേരത്തെ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വഇലൈഹി തുർജഊൻ, അവനിലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചത് സർവ്വ സജ്ജീകരണങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും അതിജീവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ്. അള്ളാഹുവിൻ്റെ കോടതിയിലെ വിചാരണ നാളിൽ ലഭിക്കുന്നത് മനുഷ്യൻ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളാണെന്ന് ബോധ്യപ്പെടാനുള്ള മറ്റൊരു സംവിധാനമാണ് ഈ ആയത്തിൽ പറയുന്നത്. താൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കെതിരെ സ്വന്തം അവയവങ്ങൾ സാക്ഷി നിൽക്കുക, താൻ ചെയ്ത തെറ്റുകൾ ഓരോന്നോരോന്നായി തൻ്റെ ചർമ്മങ്ങൾ അള്ളാഹുവിനോട് പറയുകയും കൈകാലുകൾ സാക്ഷി നിൽക്കുകയും താൻ ഭൂമിയിൽ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കാൻ ഉപയോഗിച്ച കണ്ണും കാതും കൈകാലുകളും മറ്റവയവങ്ങളുമൊക്കെ തനിക്കെതിരായി സാക്ഷി നിൽക്കുന്ന രംഗം ഒന്ന് ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ അവയവങ്ങൾ എല്ലാം എൻ്റേതെന്ന് പറയുന്ന തൻ്റേതായ ഈ അവയവങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിക്കൂട്ടിൽ കയറുമ്പോൾ നമുക്ക് എതിരായി സാക്ഷ്യം വഹിക്കുന്ന ആ രംഗം ഒന്ന് ഓർത്തു നോക്കൂ. ഇത് കണ്ട് ആ ക്ഷുഭിതനായ കോപാകുലനായ മനുഷ്യൻ അവയവങ്ങളോടൊക്കെ ചോദിക്കുന്നു, ലിമ ഷഹിദത്തും അലൈന, നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ സാക്ഷി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അവയവങ്ങൾ പറയുന്നു, അൻതഖുനാ അല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നായിരിക്കും അവരുടെ മറുപടി. പ്രിയപ്പെട്ടവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മനസ്സ് രാജാവും അവയവങ്ങൾ പ്രജകളുമാണ്. മനസ്സ് പറയുന്നത് അവയവങ്ങൾ പ്രവർത്തിക്കും.
ഈ ആശയത്തെ ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ യാസീനിൽ പറയുന്നുണ്ട്. 81-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യഅമലൂൻ ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു പറയുന്നു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്ന് നാം നിങ്ങളുടെ വായ്ക്ക് സീൽ വയ്ക്കുന്നതാണ്, നിങ്ങളുടെ വായ്ക്ക് മുദ്ര വയ്ക്കുന്നതാണെന്നും, വതുകല്ലിമുന ഐദീഹിം, നിങ്ങളുടെ കൈകൾ നമ്മളോട് സംസാരിക്കും, വതശ്ഹദു അർജുലുഹും, നിങ്ങളുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നതാണെന്നും, ബിമാ കാനൂ യക്സിബൂൻ, നിങ്ങൾ ചെയ്ത കർമ്മങ്ങളെപ്പറ്റി പ്രവൃത്തികളെപ്പറ്റി സാക്ഷ്യം വഹിക്കുന്നതാണെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ യാസീനിലൂടെ നമ്മളെ അള്ളാഹു പഠിപ്പിക്കുന്നു. കൈക്കും കാലിനും അള്ളാഹു സംസാരശേഷി നൽകാൻ കഴിവുള്ളവനാണ്. അമ്പിയാക്കളുടെ മുമ്പിൽ കല്ലുകളും മരങ്ങളും മൃഗങ്ങളുമൊക്കെ സംസാരിച്ചതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. മരങ്ങൾക്കോ കല്ലുകൾക്കോ സംസാരശേഷിയില്ല. മനുഷ്യരെ പോലെ സ്വന്തമായ കഴിവ് മറ്റാർക്കുമില്ല. അള്ളാഹു നൽകിയ കഴിവ് മാത്രമേ സൃഷ്ടികൾക്കുള്ളൂ. ഖിയാമത്ത് നാളിൽ ആദ്യമായി സംസാരിക്കുക കയ്യും കാലുമാണെന്ന് ഹദീസിൽ കാണാം. അതിസൂക്ഷ്മമായ കമ്പികൾ കൊണ്ട് വലയം ചെയ്തിരിക്കുകയാണ് മനുഷ്യ ശരീരം. തിന്മയുടെ വഴി ഉപേക്ഷിച്ചില്ല എങ്കിൽ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ പ്രതിക്കൂട്ടിൽ കയറുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. അതിന് അള്ളാഹു നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെപ്പോഴും നന്മയെപ്പറ്റി പ്രാർത്ഥിക്കുന്നവരാകണം, നന്മ കിട്ടാൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പ്രാർത്ഥനയിൽ കൂടി അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നു. റബ്ബനാ വഗ്ഫിർ ലനാ വലിഹ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ വഗ്ഫിർ ലനാ, അല്ലാഹുവേ രക്ഷിതാവേ, ഞങ്ങളുടെ പാപത്തെ നീ പുറത്തു തരണേ നാഥ. വലിഹ്വാനിന, ഞങ്ങൾക്ക് മുമ്പുള്ള മുൻഗാമികളായ വിശ്വാസികളായ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ നാഥ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലൻ ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളോട് പകയുണ്ടാക്കരുതേ നാഥ. പരസ്പരം ഞങ്ങൾ തമ്മിൽ ഒരു പകയും ഉണ്ടാക്കരുതേ നാഥ. റബ്ബന ഇന്നക റഊഫുർ റഹീം, അല്ലാഹുവേ നീ കൃപാലുവും കരുണാനിധിയുമാണല്ലോ നാഥ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഒരു സത്യവിശ്വാസി എപ്പോഴും സാമൂഹികമായി ചിന്തിക്കുന്നവനാകണം. തൻ്റെ കാര്യം മാത്രം നോക്കുകയും തൻ്റെ ലാഭം മാത്രം ചിന്തിക്കുകയും തനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമല്ല. കുടുംബവും സമൂഹവും നന്മയുടെ പാതയിൽ നടന്നു നീങ്ങിയ ആദർശ സഹോദരങ്ങളും തനിക്ക് വെളിച്ചം നൽകിയവരുമൊക്കെ നമ്മുടെ മനസ്സിൽ ജീവിക്കുകയും അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ. അഹങ്കാരമാർത്തി, കോപം തുടങ്ങിയ ദുർഗുണങ്ങളില്ലാത്ത ശുദ്ധ ഹൃദയമായിരിക്കണം സത്യവിശ്വാസിയുടെ സമ്പത്ത്. ബാഹ്യമായ വേഷവും രൂപവും പ്രവർത്തനങ്ങളും കൊണ്ട് ഒരു മനുഷ്യനെ ഉത്തമനാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുക്കെ നന്നാകുന്നതാണ്. അതൊന്ന് ദുഷിച്ചു പോയാൽ, ആ മാംസപിണ്ഡം ദുഷിച്ചു പോയാൽ ശരീരം മുഴുക്കെ ദുഷിച്ചു പോകുന്നതാണ്. അതാണ് ഹൃദയം എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായ ഗുണങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. എപ്പോഴുമുള്ള പശ്ചാത്താപബോധം, വിശ്വാസത്തിൻ്റെ പാതയിൽ നടന്നകന്ന പൂർവികരുമായിട്ടുള്ള അറ്റുപോകാത്ത ബന്ധം, അവർക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഹൃദയം ഉള്ളവരാണ് വിശ്വാസികൾ. ഒരു വിശ്വാസി സദാ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണെന്നും ദുആഉ സിലാഹുൽ മുഅ്മിനി എന്ന് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം അള്ളാഹുവിൽ എപ്പോഴും സദാ പ്രാർത്ഥിക്കുന്നവരാകണം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് എന്തറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള തെറ്റുകൾ നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് നാഥ. അവരെല്ലാം നിൻ്റെ ഖബറെന്ന വീട്ടിലാണ്. അള്ളാഹുവേ, അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
അള്ളാഹുവേ അവരുടെ ഖബർ എന്ന ജീവിതം നീ ആനന്ദകരമാക്കണേ റഹ്മാനെ. അള്ളാഹുവേ അവരുടെ ഖബറുകളെയെല്ലാം നീ സ്വർഗീയ ആരാമമാക്കണേ റഹ്മാനെ. മണ്ണറയാകുന്ന അവരുടെ ഖബറുകളെ നീ മണിയറയാക്കണേ റഹ്മാനെ. അള്ളാഹുവേ നാളെ ഞങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുവാൻ അള്ളാഹു ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا واغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.